ശിവഗിരി മഠത്തിലെ സ്വാമി സച്ചിദാനന്ദക്കിരിക്കട്ടെ ഒരു കുതിരപ്പവൻ ആചാര പരിഷ്കരണ യാത്ര കഴിഞ്ഞ ദിവസം തലസ്ഥാനത്ത് കണ്ടൊരു ദൃശ്യമാണ്. കേരളത്തിലെ ആരാധനാലയങ്ങളിൽ, പ്രത്യേകിച്ച് ഹിന്ദു ആരാധനാലയങ്ങളിലൂടെ ഒളിച്ചു കടത്തിക്കൊണ്ടിരിക്കുന്ന പല അപരിഷ്കൃതമായിട്ടുള്ള അലിഖിതമായിട്ടുള്ള നിയമങ്ങൾക്കെതിരെ ശക്തമായി പോരാടാൻ തെരുവിലിറങ്ങിയ ആ ധൈര്യത്തിനാണ് ഇന്ന് കയ്യടി നൽകേണ്ടത്. കാലം പുരോഗമിച്ചിട്ടും വിശ്വാസത്തിൻ്റെ മറ പിടിച്ച് ഈ നാട്ടിലെ ജനങ്ങളുടെ പല അവകാശങ്ങളും കവർന്നെടുത്ത് അവരിൽ നിന്ന് സാമ്പത്തിക ചൂഷണം നടത്തി സുഭിക്ഷമായി ജീവിക്കുന്ന ഒരു വിഭാഗത്തിൻ്റെ ഒളിച്ചു കടത്തലിനെതിരെ ശക്തമായിട്ടുള്ള ശബ്ദമായി മാറുകയാണ് സച്ചിദാനന്ദ സ്വാമി. ആരാധനയും വിശ്വാസവുമായി ബന്ധപ്പെട്ടതെല്ലാം ഞങ്ങളുടെ കുത്തകയാണ്, അത് ഞങ്ങളിലുള്ളവർ അധികാര കേന്ദ്രങ്ങളിൽ ഇരിക്കുന്നത് കൊണ്ട് തന്നെ അതിനെ കൂടുതൽ ഊട്ടി ഉറപ്പിച്ച് ഞങ്ങളിൽ തന്നെ നിലനിർത്തുന്ന ഒരു സമ്പ്രദായത്തിനെതിരെയാണ് അദ്ദേഹം ശബ്ദമുയർത്തുന്നത്. അത് ക്ഷേത്രങ്ങൾക്കുള്ളിൽ അവരുടേതായിട്ടുള്ള പ്രത്യേക പ്രിവിലേജ് നിലനിർത്താൻ വേണ്ടി ഉടുപ്പഴിപ്പിച്ചതിലും ദേവസ്വം ബോർഡ് ഉൾപ്പെടെയുള്ള കേരളത്തിലെ ആരാധനാലയങ്ങളുടെ വരുമാനത്തിൻ്റെ വരുന്ന ഭൂരിപക്ഷവും ഹിന്ദു എന്ന പേരിൽ ഒരു വിഭാഗം കവർന്നു കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നതിനെതിരെയും ശക്തമായിട്ടുള്ള ഒരു നിലപാടാണ് കഴിഞ്ഞ ദിവസം തലസ്ഥാനത്ത് നടന്ന ആചാര പരിഷ്കരണ യാത്രയെന്ന് പറയേണ്ടി വരികയാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ പല വിശ്വാസികൾക്കും മനസ്സിലാകാനാകാത്ത അല്ലെങ്കിൽ തിരിച്ചറിയാനാകാത്ത ആ ഒളിച്ചുകടത്തലിനെതിരെ ശക്തമായ ഭാഷയിലാണ് ശിവഗിരി തീർത്ഥാടന സന്ദർഭത്തിൽ തുടങ്ങി കഴിഞ്ഞ ദിവസം കൂടി അദ്ദേഹം തൻ്റെ നിലപാട് വ്യക്തമാക്കിയത്. ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ച് നിലനിൽക്കുന്ന ഷർട്ട് ഊരുക എന്നുള്ള ദുരാചാരം ദൂരീകരിക്കപ്പെടേണ്ടതാണ്. അതുപോലെ ചില ക്ഷേത്രങ്ങളിൽ പാൻറ്റും പൈജാമയും ഒക്കെ ധരിച്ച് വരുന്നതിൻ്റെ പുറത്ത് ഒരു പല ആളുകളും ഉപയോഗിച്ചു പോരുന്ന ഒരു മുണ്ടുകൂടി ഉടുക്കണം എന്ന് ചില ക്ഷേത്രങ്ങളിൽ കാണുന്നു. അതും പരിഷ്കരിക്കേണ്ടതാണ്. അതുപോലെ ക്ഷേത്രങ്ങളുടെ വരുമാനം ബഹുഭൂരിപക്ഷം വരുന്ന അധസ്ഥ പിന്നോക്ക ജനവിഭാഗങ്ങളുടേത് കൂടിയാണ്. ക്ഷേത്രങ്ങളുടെ ദേവസ്വം ബോർഡിലെ ഉദ്യോഗങ്ങൾ ചില സമുദായങ്ങൾ കുത്തകയാക്കി വച്ചിരിക്കുന്നു. അത് ജാതിഭേദം കൂടാതെ എല്ലാ സമുദായങ്ങൾക്കുമായിട്ട് ഹിന്ദു സമുദായത്തിൽപ്പെട്ട എല്ലാവർക്കും തുല്യമായി പങ്കുവെക്കണം, തുല്യമായ സാമൂഹ്യനീതി കൈവരുത്തണം. ഇനിയെങ്കിലും ഇതിനെക്കുറിച്ച് സംസാരിക്കണ്ടേ? ശ്രീനാരായണ ഗുരു നവോത്ഥാനത്തിന് വേണ്ടി സനാതന ധർമ്മക്കാർക്കെതിരെ ഈഴവ ശിവനെ പ്രതിഷ്ഠിച്ച കാലഘട്ടം തൊട്ട് ആ നവോത്ഥാന പോരാട്ടം ഇന്നും ശിവഗിരി മഠത്തിലെ ഒരു സ്വാമി വളരെ ശക്തമായി നടപ്പിലാക്കാൻ മുന്നിട്ടിറങ്ങുമ്പോൾ ഈ സമൂഹം അതിന് പിന്തുണ കൊടുക്കേണ്ടതുണ്ട്. സവർണർ പറയുന്നത് മാത്രമാണ് ഇവിടുത്തെ ആചാരവും വിശ്വാസവുമെന്നും ഇന്നും അടിച്ചേൽപ്പിച്ചുകൊണ്ടിരിക്കുന്ന, ഇന്നും വിശ്വാസവുമായി ബന്ധപ്പെട്ട പലയിടങ്ങളിലും ഞങ്ങൾ ചെയ്താലേ ശരിയാകൂ എന്നുള്ള ഒരു പൊതു ചിന്താഗതിയും പൊതു അടിച്ചേൽപ്പിക്കലും അതിനെ ഇനിയെങ്കിലും പൊളിക്കണ്ടേ? അതിനെ പൊളിക്കാനായിട്ട് ശിവഗിരി മഠം തന്നെ രംഗപ്രവേശനം ചെയ്യുമ്പോൾ അത് ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ നാട്ടിലെ ഹിന്ദു പിന്നോക്ക വിഭാഗങ്ങളോട് ചെയ്യുന്ന വലിയൊരു നീതിയാണ്. കാര്യം വിശ്വാസം എന്നതിൻ്റെ പേരിൽ അവരുടെ കാശുകൾ കൂടിയാണ് അവിടേക്ക് ചെന്നെത്തിപ്പെടുന്നത്. ആ ദേവസ്വം ബോർഡുകളിലെ വരുമാനം മുഴുവൻ ഞങ്ങളുടേതായിട്ടുള്ള കുടുംബ സ്വത്ത് പോലെ 90% ദേവസ്വം ബോർഡുകളുടെ നിയമനം കൈയടക്കി വെച്ച് അവർ ഇപ്പോഴും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതിനെ തിരിച്ചറിഞ്ഞുകൊണ്ടും പൂണൂലുണ്ടോ എന്നറിയാൻ ഇവിടുത്തെ പിന്നോക്കക്കാരൻ്റെ ഉടുപ്പഴിപ്പിച്ച് അവനിപ്പോഴും അയിത്തം കൽപ്പിക്കുന്ന ആ അനാചാരത്തിനെതിരെ ശബ്ദമുയർത്തിക്കൊണ്ട് ആചാര പരിഷ്കരണ പ്രതിഷേധം സംഘടിപ്പിച്ചത് മുക്തകണ്ഠം പ്രശംസിക്കേണ്ടതാണ്. നാമജപ ഘോഷയാത്രകൾ അടിക്കടി നടത്താറുണ്ടല്ലോ ഒരു പ്രത്യേക സംഘടനയുടെ നേതൃത്വത്തിൽ. എന്തിനാണത് നടത്തുന്നത് പലർക്കും അറിയില്ല. അതിനുവേണ്ടി ഗസ്റ്റ് ആർട്ടിസ്റ്റുകളായിട്ട് പിന്നോക്കക്കാരെ ചിലപ്പോൾ ഉൾപ്പെടുത്താറുണ്ട്. കാര്യം അവരുടെ അവകാശങ്ങൾ നിലനിർത്താൻ വേണ്ടി ഇവരെ ചാവേറുകളാക്കി ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് ശിവഗിരിയിൽ നിന്ന് തന്നെ ആ അനാചാരത്തിനെതിരായിട്ടുള്ള ഒരു നവോത്ഥാന വിപ്ലവം ഇവിടെ ആരംഭിച്ചത് ഈ കാലഘട്ടത്തിൽ വിശ്വാസത്തിൻ്റെ മറ പിടിച്ചിരുന്ന് നടത്തിക്കൊണ്ടിരിക്കുന്ന ചൂഷണത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള തുടക്കമായി മാറട്ടെ. അതിന് സച്ചിദാനന്ദ സ്വാമി ഉയർത്തിയ ആ ശബ്ദത്തിനെതിരെ സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ പല പേരിനൊപ്പം വാലുള്ളവന്മാരൊക്കെ തെറി വിളിക്കുന്നുണ്ടെങ്കിൽ
ആ നിലപാട് പലയിടങ്ങളിലും പൊള്ളലേൽപ്പിക്കുന്നുണ്ട്. ആ തീരുമാനം പലയിടങ്ങളിലും വലിയ അസ്വസ്ഥത സൃഷ്ടിച്ചിട്ടുണ്ട്. അത് തന്നെയാണ് ആ തീരുമാനം എത്ര കൃത്യമാണെന്ന് തെളിയിക്കുന്നതും. അതിനെതിരെ എത്ര ശക്തമായിട്ട് ശബ്ദമുയരുന്നുണ്ടോ അത്രമാത്രം ആ ഒളിച്ചു പിടിച്ചിരുന്നവർക്കെല്ലാം ഈ ഒരു മുന്നേറ്റം വല്ലാത്ത ഒരു തലയ്ക്കടിയായി മാറിയിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്.